വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് കമ്പ്യൂട്ടർ പാർട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തിൽ നമുക്ക് എന്താണ് യൂഷ്വലി 10 ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the carriage rack moves on the dash wheel towards left due to the force of the mainspring. എന്താണ് നമ്മുടെ കാരേജ് റാക്ക് അറിയാലോ, മുകളിലത്തെ ഭാഗം, ടൈപ്പ് റൈറ്റിംഗിന്റെ മുകളിലത്തെ ഭാഗം അത് മൂവ് ചെയ്യുന്നു. എങ്ങോട്ട്? ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. എന്ത്? മെയിൻ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കൊണ്ട്. അപ്പൊ ഏത് വീലിന്റെ പുറത്തുകൂടെയാണ് മൂവ് കാരേജ് റാക്ക് മൂവ് ചെയ്യുന്നതാണ്? മെയിൻ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കൊണ്ട് ലെഫ്റ്റിലേക്ക് കാരേജ് മൂവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്യുന്നെങ്കിൽ ഏത് വീലിന്റെ പുറത്തുകൂടെയാണ് കാരേജ് റാക്ക് മൂവ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് നോക്കൂ. എ സിലിണ്ടർ റാച്ചറ്റ്, ബി എസ്കേപ്മെന്റ് വീൽ, സി പെനിയൻ വീൽ ആൻഡ് ഡി നൺ ഓഫ് ദ എബവ്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? കാരേജ് റാക്ക് എന്തിന്റെ പുറത്തുകൂടെയാണ് മൂവ് ചെയ്യുന്നത്? അവർ ആൻസർ ഈസ് പെനിയൻ വീൽ ആണ് അല്ലെ. പെനിയൻ വീലിന്റെ പുറത്തുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? കാരേജ് മൂവ് ഓൺ ചെയ്യുന്നത്. സോ നോക്കുക, കാരേജ് റാക്സ് മൂവ് ഓൺ ദ പെനിയൻ വീൽ ടുവേർഡ്സ് ലെഫ്റ്റ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് മെയിൻ സ്പ്രിംഗ്. അപ്പൊ ആലോചിച്ച് നോക്കുക, എന്തിന്റെ ഫോഴ്സ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. മെയിൻ സ്പ്രിംഗിന്റെ ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കാരേജ് റാക്ക് മൂവ് ചെയ്യുന്നത്. ടുവേർഡ്സ് എങ്ങോട്ടാണെന്ന് നോക്കുക. ടുവേർഡ്സ് എങ്ങോട്ടാണ് കാരേജ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ട്. ഏത് വീലിന്റെ പുറത്താണ്? പിനിയൻ വീലിന്റെ പുറത്താണ്. ഓക്കെ ആണ്. അപ്പൊ കാരേജ് റാക്സ് മൂവ്സ് ഓൺ ദ പിനിയൻ വീൽ ടുവേർഡ്സ് ലെഫ്റ്റ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ദി മെയിൻ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കാരണം പിനിയൻ വീലിന്റെ പുറത്തുകൂടെയാണ് എന്ത് ചെയ്യുന്നത്? കാരേജ് റാക്ക് മൂവ് ചെയ്യുന്നത്. Is it clear? Next question. When the carriage is at rest, the wheel and prevent it from rotating towards left, dash dog is holding the tooth of the escapement wheel. അതായത് നമ്മൾ റോക്കർ മെക്കാനിസം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ എന്ത് ചെയ്ത് കാരേജ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഡോഗാണ് വീല് ക്യാച്ച് ചെയ്യുന്നത്, ദെൻ മൂവ് ചെയ്യുമ്പോൾ ഏത് വീലാണ് ക്യാച്ച് ചെയ്യുക, മീൻസ് ഏത് ഡോഗാണ് ക്യാച്ച് ചെയ്യുന്നത് നമ്മൾ റോക്കർ മെക്കാനിസം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ദ കാരേജ് ഈസ് അറ്റ് റെസ്റ്റ്, കാരേജ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുമ്പോഴും റെസ്റ്റ് ചെയ്യുമ്പോഴും രണ്ട് വീലാണ് ക്യാച്ച് ചെയ്യുന്നത്. ദ വീൽ ആൻഡ് പ്രിവെന്റ് it from rotating towards left, dash dog is holding the tooth of the escapement wheel. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എസ്കേപ്മെന്റ് വീലിന്റെ ടൂത്ത് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റിജിഡ് ഡോഗ്, ഓപ്ഷൻ ബി ലൂസ് ഡോഗ്, ഓപ്ഷൻ സി ഫിക്സഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഏതായിരിക്കും ആൻസർ ഒന്ന് നോക്കിയേ. നമ്മൾ റോക്കർ മെക്കാനിസം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെയാ വരുന്നത്? അതിനകത്ത് ഏത് ഡോഗാണ് നമ്മൾ എസ്കേപ്മെന്റ് വീല് മൂവ് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ അറിയോ? അവർ ആൻസർ ഈസ് ലൂസ് ഡോഗ് അല്ലെ. എസ്കേപ്മെന്റ് വീലിന്റെ ടൂത്ത് ക്യാച്ച് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? ലൂസ് ഡോഗ് ആണ്. ഏത് സമയത്ത്? റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും? റിജിഡ് ഡോഗ് ആയിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ നെക്സ്റ്റിലേക്ക് ടൂത്ത് ഈ എസ്കേപ്മെന്റ് ലൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? നെക്സ്റ്റ് വീല് ലൂസ് ഡോഗ് ക്യാച്ച് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് റിജിഡ് ഡോഗ് വർക്ക് ചെയ്യും. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൂസ് ഡോഗ് എന്ത് ചെയ്യും? എസ്കേപ്മെന്റ് വീലിന്റെ വീലിന്റെ ടൂത്ത് എന്ത് ചെയ്യും? ക്യാച്ച് ചെയ്തേക്ക്. എന്തിനു വേണ്ടിയിട്ട്? കാരേജ് മൂവ് ചെയ്യാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മെക്കാനിസം കണ്ടെയ്ൻ ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, എസ്കേപ്മെന്റ് വീൽ ആൻഡ് പിനിയൻ വീൽ ടു എഫക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ഓഫ് ദ കാരേജ്. ക്ലിയർ അല്ലേ? തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ഡാഷ് മെക്കാനിസം കണ്ടെയ്ൻ? എന്താണ്? ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, എസ്കേപ്മെന്റ് വീൽ ആൻഡ് പിനിയൻ വീൽ ടു എഫക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ഓഫ് ദി കാരേജ് അല്ലെ. കാരേജിന്റെ മൂവ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു. അപ്പൊ അത് ഏത് മെക്കാനിസം ആണെന്നാണ് ചോദ്യം. ഡാഷ് മെക്കാനിസം അല്ലെ. ഏത് മെക്കാനിസം ആണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഏത് മെക്കാനിസം ആണ്? നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ 2 ക്വസ്റ്റ്യനും ഇതേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ റോക്കർ, ഓപ്ഷൻ ബി വൈബ്രേറ്റർ, ദെൻ ഓപ്ഷൻ സി ലൈൻ ലോക്ക് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതാണടാ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ, റോക്കർ മെക്കാനിസം ആണല്ലേ. റോക്കർ മെക്കാനിസത്തിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, എസ്കേപ്മെന്റ് വീൽ ആൻഡ് പിനിയൻ വീല്. ഇത് 4ഉം ഏത് മെക്കാനിസത്തിന്റെ പാർട്ടാണ്? റോക്കർ മെക്കാനിസത്തിന്റെ പാർട്ടാണ്. അപ്പൊ അതിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ആ മെക്കാനിസത്തിന്റെ പറയുന്ന പേരാണ് റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ എസ്കേപ്മെന്റ് വീൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗിന്റെ പുറത്താണെന്ന്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ എന്തായി? ഇന്റർ കണക്റ്റഡ് ആയി. അപ്പൊ നമ്മൾ റോക്കർ മെക്കാനിസം നന്നായിട്ട് അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു എന്താ പറയുക അബ്രിവേഷൻ ആണ്. നമ്മൾ കുറച്ചുകൂടി മാനുസ്ക്രിപ്റ്റ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇ ആൻഡ് ഒ ഇ സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ പ്രിന്റിംഗ് ഡോട്ട് മെട്രിക്സ് പ്രിന്റിംഗ് ഒക്കെ ഉള്ള ബില്ല് പ്രിന്റ് ചെയ്യുന്ന കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാമായിരുന്നു എന്താണ് ഇ ആൻഡ് ഒ ഇ. നമ്മൾ ഒരുപാടടുത്ത് കണ്ടിട്ടുണ്ടാവും. ഇ ആൻഡ് ഒ ഇ എന്ന് എല്ലാ ബില്ലുകളിലും കൊടുത്തിരും, മിക്കവാറും ബില്ലുകളിൽ കാണുന്നതാണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണെന്നാ ചോദ്യം. ഓർക്കുക, ഇ ആൻഡ് ഒ ഇ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സ്പെക്റ്റഡ്. ഓപ്ഷൻ ബി errors and obstructions expected. Then option C errors and omissions accepted. Then option D none of the above. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഒന്ന് ചിന്തിച്ചേ. ഒമിഷൻ എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സ്പെക്റ്റഡ് ആണോ, ഒബ്സ്ട്രക്ഷൻ എക്സ്പെക്റ്റഡ് ആണോ, ദെൻ ഒമിഷൻ അക്സെപ്റ്റഡ് ആണോ, ഓ ഇതൊന്നും അല്ലയാണോ? ഏതാണ്? എന്തായാലും നൺ ഓഫ് ദീസ് അല്ല. നമുക്കൊരു അവയർനെസ് ഉള്ളുണ്ട് എറേഴ്സ് ആൻഡ് ഒമിഷൻ ആണെന്ന് അറിയാം. അപ്പൊ എന്ത് ചെയ്യാം, ഒമിഷൻ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈ ഒബ്സ്ട്രക്ഷനെയും കൂടെ കട്ട് ചെയ്യാം, നൺ ഓഫ് ദീസും കട്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നിക്കുന്നുണ്ട്. എക്സെപ്റ്റഡും എക്സ്പെക്റ്റഡും. എക്സ്പെക്ട് ചെയ്യാം എന്നാണോ അക്സെപ്റ്റഡ് ആണോ ഒഴിവാക്കുക എന്നുള്ളതാണോ? എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അവർ ആൻസർ ഈ സി ആണ്. സി അവർ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എന്താണ്? അക്സെപ്റ്റഡ് ആണ് അല്ലേ? അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ? എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സെപ്റ്റഡ്. മാറിപ്പോകരുത്. എക്സ്പെക്റ്റഡും എക്സെപ്റ്റഡ് ജസ്റ്റ് ഒന്നുമില്ല. കണ്ട പിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയാൽ നമ്മൾ ഒരു മാർക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇ ആൻഡ് ഒ ഇ നമുക്കറിയാം, പെട്ടെന്ന് അങ്ങ് മാർക്ക് ചെയ്യുവാണ്. ഈ ലാസ്റ്റ് ഒന്ന് എക്സ്പെക്റ്റഡും എക്സെപ്റ്റഡും ശ്രദ്ധിക്കാതെ ആ ഒരു നിസാരം ഒരു അശ്രദ്ധയാണ് നമ്മുടെ ഒരു മാർക്ക് പോവുക. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കീനായിട്ട് 100% ഉറപ്പ് വരുത്തണം. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, എക്സ്പെക്റ്റഡും എക്സെപ്റ്റഡും കൂടി മാറിപ്പോകാതെ. അപ്പൊ ഇ ആൻഡ് ഒ ഇ എന്ന് വന്നാൽ അത് എന്താണ്? എക്സെപ്റ്റഡ് ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വൺ ഓഫ് ദ ടീത്ത് ഓഫ് ദ എസ്കേപ്മെന്റ് വീൽ ഈസ് ബ്രോക്കൺ. എന്താടാ? എസ്കേപ്മെന്റ് വീലിന്റെ ടീത്ത് ബ്രോക്കൺ ആയി, പൊട്ടിപ്പോയി. There will be movement in the carriage after every 14 degree. കാരേജിന്റെ മൂവ്മെന്റ് ഇത് ചെയ്യും. പീരിയോഡിക്കലി എത്ര സ്പേസ് വിട്ടിട്ടായിരിക്കും? കാരേജ് മൂവ് ചെയ്യുന്ന സമയത്ത് എത്ര സ്പേസ് വിട്ടിട്ടായിരിക്കും നമ്മുടെ എസ്കേപ്മെന്റ് വീലിന്റെ ഒരു ടീത്ത്? കണ്ട, ഇഫ് വൺ ഓഫ് ദ എസ്കേപ്മെന്റ് വീൽ ടൂത്ത് ആണ് പറയുന്നത്. വൺ ഓഫ് ദ ടീത്ത് ഓഫ് ദ എസ്കേപ്മെന്റ് വീൽ ഈസ് ബ്രോക്കൺ. ഈ കൂട്ടത്തിലുള്ളതിൽ എസ്കേപ്മെന്റ് വീലില് ഒരു ടീത്ത്, മൊത്തം ടീത്തുകളിൽ ഒരു ടീത്ത് ബ്രോക്കൺ ആയാൽ there will be movement in the carriage after every 14 degree periodically dash space. എത്ര സ്പേസ് വിട്ടിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? എത്ര സ്പേസ് വിട്ടിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നതാണ് ചോദ്യം. ഇപ്പോൾ ഒരു വീല് പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഡോഗ്സ് ഇങ്ങനെ വീലുകൾ ഇങ്ങനെ പിനിയൻ വീൽ കറങ്ങിയാ പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ക്യാരേജ് മൂവ് ആവുന്നതെന്ന് പറഞ്ഞു. ആ ക്യാരേജ് മൂവ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു പല്ല് പൊട്ടിപ്പോയി. അപ്പം എന്താ അവിടെ ഒരു അഡീഷണൽ മൂവ്മെന്റ് സ്പേസ് വരണമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് എത്ര സ്പേസ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ സിംഗിൾ, ഓപ്ഷൻ ബി ഡബിൾ, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. 4 ഓപ്ഷൻസ് തന്നു. ഇതിൽ ഏതായിരിക്കും? സിംഗിൾ ആണോ, ഡബിൾ ആണോ, 3 സ്പേസ് ആണോ? ദെൻ ഇതൊന്നും അല്ല, സ്പേസ് മാറത്തില്ല. നമ്മൾ സാധാരണ ക്യാരക്ടർ ടൈപ്പ് അല്ലെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്താലാണ് മാറുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എത്ര സ്പേസ് മാറും എന്നല്ല, എസ്കേപ്മെന്റ് വീലിന്റെ ഒരു ടീത്ത് പോയാൽ എത്ര സ്പേസ് മാറും? ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ ആൻഡ് അവർ ആൻസർ ഈസ് സിംഗിൾ സ്പേസ് അല്ലേ? ഒരു വീല് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? അവിടെ ഒരു സിംഗിൾ സ്പേസ് ഓട്ടോമാറ്റിക്കലി വരും. എങ്ങനെ? ആഫ്റ്റർ എവറി 14 ഡിഗ്രീസ്. ഓരോ 40 ഡിഗ്രി കഴിയുമ്പോൾ പീരിയോഡിക്കലി എന്തായി മാറും? ഓരോ സ്പേസ് ബ്ലാങ്ക് ആയിട്ട് വരും. നമ്മൾ കണ്ടില്ലേ ഡാമേജ് ആയ ടൈപ്പ് റൈറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോരോ ഇതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ വീല് പോയതാണെങ്കിൽ ഇതുപോലെ സ്പേസ് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടൊക്കെ സ്പേസ് വരാം. പിന്നെ എന്താ, നമ്മളെ ക്യാരേജ് അങ്ങനെ മൂവ് ചെയ്ത് പോവാം. അതൊക്കെ എന്താണ്, ഈ വീലുകളിൽ വരുന്ന എസ്കേപ്പൻ വീലുകൾ അല്ലെങ്കിൽ പിനിയൻ വീല് വരുന്ന കംപ്ലൈന്റുകൾ കാരണമാണ് അത്തരം ഡിഫക്ട്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ ഹെൻറി വിൽ ഇൻവെന്റഡ് ദ ടൈപ്പ് റൈറ്റർ ഇൻ ദ ഇയർ. ബേസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇയർ ആയതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? ഹെൻറി വില്ലാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലായി.
അപ്പോൾ ചോദിക്കാം ഹൂ ഇൻവെന്റഡ് ടൈപ്പ്റൈറ്റർ ചോദിച്ചാൽ ആരാണ്? മിസ്റ്റർ ഹെൻറി മില്ലാണ്. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആണ്. പക്ഷെ അതെന്താണ്, കോമൺ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് അത് ചോദിക്കുമോ? ഇല്ല. പകരം എന്ത് ചെയ്തു, ഏത് വർഷം എന്നായി. ഏത് വർഷമാണെടാ? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ 1740, ഓപ്ഷൻ ബി 1714, then ഓപ്ഷൻ സി 1868 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം PYQs ആണ്. അപ്പൊ ഈ തന്നതിലെല്ലാം ഈ നൺ ഓഫ് ദീസ് തന്നു. അപ്പൊ നമുക്ക് ഈ നൺ ഓഫ് ദീസ് തന്നു പറഞ്ഞാൽ നൺ ഓഫ് ദീസ് ഉത്തരം ആവണം എന്നൊന്നും ഇല്ല, ആവാതിരിക്കണം എന്നൊന്നും ഇല്ല. ശ്രദ്ധിക്കുക, ചിലപ്പോൾ അവരെന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നിട്ട് എന്താ ഇത് നൺ ഓഫ് ദീസ് ആൻസർ വരാം. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇതിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പക്ഷെ ഈ വർഷം പോലെയുള്ള ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പക്കായിട്ട് ആൻസർ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. സോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണെടാ? ഹെൻറി മിൽ ഏത് വർഷമാണ് ടൈപ്പ്റൈറ്റർ ഇൻവെന്റ് ചെയ്തത്? ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 14 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 1740 is our 14 is our answer, not 40, 14. സോ 1714 ആണ് ആൻസർ എന്ന് എപ്പോഴും ഓർക്കുക. കാരണം നമ്മളൊരു വേഗമായിട്ട് പഠിച്ചു വയ്ക്കും. 1740 എന്ന് പഠിക്കും, അല്ലെങ്കിൽ 1714 എന്നുള്ളത് നമ്മൾ ആ ഒരു ചെറിയ മീൻസ് ആ സമയം നമ്മൾ ശ്രദ്ധിക്കാതെ കാണാതെ വായിച്ച് പഠിച്ചു പോകുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ എന്തായി മാറി, ഇത് രണ്ടും കൂടെ കൺഫ്യൂഷനായി. 14 ആണോ 40 ആണോ നമ്മൾ ചിന്തിക്കും. അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, 1714 അല്ലെങ്കിൽ 1714 എന്നിങ്ങനെ പറഞ്ഞു പഠിക്കുക. വില്യം ഹെൻറി മിൽ ടൈപ്പ്റൈറ്റർ ഇൻവെന്റ് ചെയ്തു 1714 എന്ന് പറഞ്ഞ് പഠിക്കുക. അല്ലാതെ തെറ്റിക്കാനായിട്ട് നിൽക്കരുത്. കാരണം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഉത്തരം അറിയാം. പക്ഷെ ഇവിടെ എന്താവും, കൺഫ്യൂസ് ആവാതിരിക്കണമെങ്കിൽ 1714 നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കുക. ഇയർ മാറാതെ കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കുക. ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ആയല്ലേ, കുറച്ചുകൂടി കടുപ്പിച്ചു. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ? നോക്കുക, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം, ഈസ് ആർ ട്രൂ ഓർ നോട്ട് ട്രൂ എന്നും വരാം. ഫോൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും. ഈസ് ആർ നോട്ട് ട്രൂ എന്നാണ് ഇടയിൽ തന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മിസ്സാവും. സോ ആദ്യം എപ്പോഴും അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക്, ഈസ് ആർ ട്രൂ ആണ്. അപ്പൊ നമ്മൾ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയേ. ലെറ്റർ എ ആൻഡ് സെമികോളൻ ആർ ടേംഡ് as ഗൈഡ് കീസ്. ലെറ്റർ എന്താണ്? എയും സെമികോളനും എന്ന് പറയുന്നത് എന്താണ്? ഗൈഡ് കീസ് ആണ്. ആണോ? നോക്കാം. ദെൻ ഓപ്ഷൻ ബി, സോറി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ല അല്ലേ, വിട്ടുപോയി. ദെൻ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓൾ ദ മോഡേൺ ടൈപ്പ്റൈറ്റേഴ്സ് ഹാവ് ഓൺലി ദ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ്. ആണോ? എല്ലാ മോഡേൺ ടൈപ്പ്റൈറ്ററിനും യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. ആണോ അല്ലയോ? ആണോ? നോക്കാം. ദെൻ രണ്ടാമത്തേതാണ് എന്ത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് പറയുന്നത്? എ ആൻഡ് സെമികോളൻ ആർ എന്താ? ഗൈഡ് കീസ് ആന്ന് പറയുന്നു. ശരിയാണോ? നോക്കാം. ദെൻ റെയർലി ഒക്കറിംഗ് ലെറ്റേഴ്സ് ലൈക്ക് ക്യൂ ആൻഡ് ഇസഡ്, ഇസഡ് ആൻഡ് സി ആൻഡ് ക്യൂ ആർ ഫിക്സഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ടൈപ്പ്റൈറ്റിംഗ് കീബോർഡ്. ടൈപ്പ്റൈറ്ററിന്റെ കീബോർഡിന്റെ നടുക്കാണ് ഇസഡും ക്യൂവും വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഓർത്തു നോക്കി, അത് ശരിയാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേക്കേ. നമ്മളിപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ വായിച്ചിട്ട് പറയാം. ദ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് ഈസ് നോട്ട് അറേഞ്ച്ഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ABCD ഓർ ABCD. ആൽഫബറ്റിക് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ABCD to Z വരെ നമ്മൾ ഓർഡറിൽ പറയാം. ഇതാണ് ആൽഫബറ്റിക് ഓർഡർ ഓർ ABCD. നമുക്ക് തെറ്റാതിരിക്കാൻ കുറച്ചുകൂടി തന്നേ ഉള്ളൂ. സോ അത് നോക്കണ്ട. ദെൻ അപ്പോൾ നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എല്ലാ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡാണ് എല്ലാ മോഡേൺ ടൈപ്പ്റൈറ്ററിൽ യൂസ് ചെയ്യുന്നത്. ആണല്ലോ? നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് ഏതാണ്? ക്വാർട്ടി കീബോർഡ് ആണല്ലേ? അപ്പോൾ ഓക്കെ, കീബോർഡ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? ശരിയാണ്. ഇനി അടുത്ത്, ഗൈഡ് കീസ് എയും സെമികോളനും ആണ്. ആണോ? ഗൈഡ് കീസ് എയും സെമികോളനും ആണോ? ആണല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ എന്താ, ലിറ്റിൽ ഫിംഗേഴ്സ് ഫസ്റ്റ് പ്രസ് ചെയ്യുന്നത് എവിടെയാണ്? എയിലും സെമികോളനിലുമാണ്. അതാണ് നമ്മുടെ ഗൈഡ് കീസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഗൈഡ് റോസ് ആകുമ്പോൾ ഏതാവും? ASDF സെമികോളൻ LKG അല്ലേ? നമ്മൾ 8 ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുന്നത് എവിടെയാണ്? അങ്ങനെ അല്ലേ? സോ അതെന്താ, ആ ലെറ്റേഴ്സ് ആ സ്റ്റേറ്റ്മെന്റും എന്തായി? ക്ലിയർ ആയി. ദെൻ തേർഡ്, റയർലി ഒക്കറിംഗ് ലെറ്റേഴ്സ് ലൈക്ക് ഇസഡ്, സി ആൻഡ് ക്യൂ. സി ആൻഡ് ക്യൂ ആർ ഫിക്സഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ടൈപ്പ്റൈറ്റർ. ടൈപ്പ്റൈറ്റർ കീബോർഡ് കൊടുത്തിട്ടുണ്ട്. കീബോർഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ക്വാർട്ടി ലേഔട്ടാണ്. ആ ക്വാർട്ടി ലേഔട്ടിൽ സെഡും ക്യൂ ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ഏറ്റവും ലാസ്റ്റും ഏറ്റവും മുകളിലത്തെ റെയിലും ആണല്ലേ? അത് മിഡ് പോർഷൻ ആണോ ഇരിക്കുന്നത്? മിഡ് പോർഷനിലല്ല. സോ ഇതെന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? തെറ്റാണ്. നമ്മൾ കീബോർഡ് എടുത്താൽ ലെഫ്റ്റ് ഇങ്ങനെയല്ലേ?
ഓർത്ത് നോക്കൂ, ഈ താഴെയും മുകളിലത്തെ റോയിലല്ലേ ഈ രണ്ട് ലെറ്റേഴ്സ് ഇരിക്കുന്നത്. Z and Q ആന്നിരിക്കുന്നത് എങ്ങനെയാ? മിഡിൽ പോർഷനിലാണോ? അല്ല, നമുക്കറിയാം. കാരണം മിഡിൽ പോർഷൻ എന്താണ്? HJG ഇതൊക്കെ അല്ല, GT എന്നൊക്കെ സംഭവങ്ങളാണ് നടുക്കിരിക്കുന്നത്. നമ്മൾ ഈ റെഗുലർ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന വാക്കുകളാണിരിക്കും അല്ലെ എപ്പോഴും നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറിന്റെ ഒക്കെ അടുത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൈയുടെ ഇംപ്രഷൻ നമുക്ക് പ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ച്. അപ്പം ഈ റയർ കീസ് എന്നൊക്കെ പറയാൻ നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്തേക്ക് എന്താണ്? ഒരു മൂലയിലോട്ട് ഒതുക്കി വെച്ചിരിക്കുവാണ് അല്ലേ. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. അടുത്ത നെക്സ്റ്റ്, യൂണിവേഴ്സൽ കീബോർഡ്. ഇതെന്താ? യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയല്ല? ABCD ഓർഡർ ഓർ ആൽഫബറ്റ് ഓർഡർ അല്ല. ആണോ? അല്ല. കാരണം എന്താ? നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ തുടക്കം പഠിക്കുന്നത് എന്താണ്? ASDF സെമിക്കോളൻ LKG. അത് ABCD ഓർഡർ ആണോ? അല്ല. A ഇവിടെ ആണെങ്കിൽ B ഇപ്പുറത്താ, അതിന്റെ C അപ്പുറത്ത, ഇങ്ങനെ പലയിടത്തായിട്ട് ഇരിക്കുവാണല്ലേ. അതാണ് നമ്മുടെ ക്വാട്ടി കീബോർഡ് എന്ന് പറഞ്ഞത് അല്ലേ. സോ ഇപ്പൊ നമ്മുടെ ആൻസേഴ്സ് എന്തായിരിക്കും നോക്കാം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നോക്കൂ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാ ചോദ്യം. നമ്മൾ ഇതിൽ പറഞ്ഞു 3 തെറ്റാ, ബാക്കി 3 ശരിയാ. അപ്പൊ ഓപ്ഷൻ എ എടുത്ത് നോക്കൂ. 1 2 3 4. സോ നമ്മൾ ഇത് കട്ട് ചെയ്തു, കാരണം ഇവിടെ 3 ഉണ്ട്. ദെൻ 1 only മാത്രമാണോ ശരി? നമ്മൾ 2ഉം 4ഉം പറഞ്ഞല്ലേ. സോ ഇതും കട്ട്. ദെൻ 1 2 3 നമ്മൾ ഓൾറെഡി എന്താ സീല് പറഞ്ഞു തെറ്റാ. അപ്പൊ അവർ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? D ഈസ് അവർ ആൻസർ. ബിക്കോസ് എന്താണ്? 1 2 3 4 ആർ 4ഉം 1 2 and 4 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആൻസറും 3 എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റും ആണ്. സെറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഓവർഹെഡ് പേപ്പർ ബെയിൽ? ഓവർഹെഡ് പേപ്പർ ബെയിലിനെ സംബന്ധിച്ചിടത്തോളം ആർ കറക്റ്റ് അബൌട്ട് ഓവർഹെഡ്. കറക്റ്റ് അല്ലേ? ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഓവർഹെഡ് പേപ്പർ ബെയിലിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഓവർഹെഡ് പേപ്പർ ബെയിൽ ഹോൾഡ് ദ പേപ്പർ ഫേംലി അറ്റ് ദ ടോപ്പ് ആൻഡ് പ്രിവെന്റ് ദ പേപ്പർ ഫ്രം ഫ്ലൈയിങ് ഇൻ ദ എയർ. എന്താണ്? ഓവർഹെഡ് പേപ്പർ ബെയിൽ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? പേപ്പറിനെ ഫേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു ടോപ്പ് ഓഫ് ദി ടൈപ്പ് റൈറ്റർ. എങ്ങനെ? എന്തിനു വേണ്ടി ഹോൾഡ് ചെയ്യുന്നു? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കാറ്റത്ത് പേപ്പർ പറക്കാതെ അതിനെ ഫേംലി ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു. ശരിയാണോ? ദെൻ സെക്കൻഡ്, ഓവർഹെഡ് പേപ്പർ ബെയിൽ ഈസ് പ്രസ്സിംഗ് ദ പേപ്പർ ടൈറ്റ്ലി. ഇറ്റ് അസിസ്റ്റ് ഇൻ ഗെറ്റിംഗ് ക്ലിയർ കട്ട് ഇംപ്രഷൻ. അങ്ങനെയാണോടാ? പ്രസ് ചെയ്ത് വയ്ക്കുന്നു. എന്തിനു വേണ്ടി? നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഇംപ്രഷൻ പതിയുന്നതിലേക്ക്. ഇങ്ങനെ ചരഞ്ഞ് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രഷൻ കറക്റ്റായിട്ട് പതിയില്ല. സോ നമ്മൾ ടൈറ്റായിട്ട് അതിനെ ഫേം ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് കറക്റ്റായിട്ട് ഇംപ്രഷൻ പതിയുന്നതിലേക്ക് വേണ്ടിയിട്ട്. ശരിയാണോ? ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, overhead paper will firmly hold the paper to type up to the every bottom of the paper. ശരിയല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നു. ഓവർഹെഡ് പേപ്പർ ബെയിൽ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് എൻഡ് വരെയും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ആ പേപ്പർ അങ്ങ് മറിഞ്ഞു പോകത്തില്ലേ? നമുക്ക് അറ്റത്തോട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അവർ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കിയേ. നമ്മൾ ആദ്യം പറഞ്ഞ എന്ത് ചെയ്തു? എയറിൽ ഫ്ലട്ടർ ചെയ്യുന്നതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓവർഹെഡ് പേപ്പർ ബെയിലാണ്. അതും ഒരു PSQ ആണ്. എന്താണ്? നമ്മൾ വൈൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പേപ്പർ എയറിൽ ഫ്ലട്ടർ ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റിംഗ് പാർട്ട് ഏതാണ്? ഓവർഹെഡ് പേപ്പർ ബെയിലാ പറഞ്ഞു. സോ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ദെൻ ഓവർഹെഡ് പേപ്പർ ബെയിൽ ഈസ് പ്രസ്സിംഗ് ദ പേപ്പർ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കും. എന്തിലേക്ക്? നമ്മുടെ റോളറിലോട്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഇറ്റ് അസിസ്റ്റ് ഇൻ ദ ഗെറ്റിംഗ് ക്ലിയർ കട്ട് ഇംപ്രഷൻ. ക്ലിയർ കട്ട് ഇംപ്രഷൻ വരുന്നതിലേക്ക് വേണ്ടി ടൈറ്റായിട്ട് വെക്കും. ശരിയല്ലേ? ഇങ്ങനെ മീൻസ് പേപ്പർ ഇങ്ങനെ മടങ്ങിയും ചുളുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ടൈപ്പ് ചെയ്യുന്ന ഇംപ്രഷൻ കറക്റ്റായിട്ട് വരൂ? ഇല്ല. ആ റോളറിനകത്ത് കറക്റ്റായിട്ട് ഫേംലി ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത് കറക്റ്റ്. ദെൻ ഫേംലി ഹോൾഡ് ദ പേപ്പർ ടു ടൈപ്പ് എന്താ? എൻഡ് ഓഫ് ദ പേപ്പർ. പേപ്പറിന്റെ അവസാനം വരെയും നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതും എന്താണ്? ശരിയാണ്. സോ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 1 and 3, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓൾ ഓഫ് ദ എബവ്, നൺ ഓഫ് ദ എബവ് രണ്ടും തന്നിട്ടുണ്ട്. നമ്മളിത് നോക്കുമ്പോൾ എന്താണ്? ഈ ഓവർഹെഡ് പേപ്പർ ബെയിലിനെ സംബന്ധിച്ചിടത്തോളം 3 ആൻസറും എന്ത് തന്നെയാണ്? ശരിയാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഓൾ ഓഫ് ദ എബവ്. ക്ലിയർ ആണോ? ആണല്ലേ? ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തരുമ്പോൾ നോക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ചോദിച്ചു എന്നേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുന്നു. ആദ്യത്തെ എന്താ? ഫേംലി പ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ഫേംലി പ്രസ് ചെയ്താൽ ടൈറ്റായിട്ട്, കാരണം അത് കറക്റ്റ് ചെയ്താൽ എന്തിനും ഇവിടെ എടുത്ത് പറയുന്നുള്ള ഗെറ്റിംഗ് ക്ലിയർ കട്ട് ഇംപ്രഷൻ.
സോ ആ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയി. പിന്നെ എന്ത് ചെയ്യും, അതിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എൻഡ് വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവർ ഹെഡ് പേപ്പർ ബേയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ സിമ്പിളായി അറിഞ്ഞിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് വൈസ് തന്നാലും നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ നമുക്കല്ലേ ഒരു പേപ്പറിന്റെ എൻഡ് വരെ ടൈപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടൈപ്പ് റൈറ്റിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ, ഓവർ ഹെഡ് പേപ്പർ ബേയിലാണ്. ദെൻ കാറ്റത്ത് പറക്കാതെ നമ്മളെ പേപ്പറിനെ ഫേമിലി പ്രസ് ചെയ്യുന്നത് ആരാ, ഓവർ ഹെഡ് പേപ്പർ ബേയിലാണ്. അപ്പൊ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ക്ലീനിങ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു ടോപ്പിക് ആണല്ലേ ക്ലീനിങ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. ടൈപ്പ് റൈറ്റിംഗ് ക്ലീൻ ചെയ്യുന്നതിന്റെ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ക്ലീനിങ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ എന്തൊക്കെ ഏത് ക്ലീൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്ന ചോദ്യം, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1, ഹാർഡ് ടൈപ്പ് ക്ലീനിങ് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ടൈപ്പ് ഫേസ്. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നേ, നമ്മുടെ ടൈപ്പ് ഫേസ് ക്ലീൻ ചെയ്യുന്നതിലേക്ക് ഹാർഡ് ടൈപ്പ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, ടൈപ്പ് ഫേസിൽ ഡസ്റ്റും ക്ലോക്സ് ഒക്കെ റിബൺ ഇങ്കും എല്ലാം കൂടെ ക്ലോഗ് ആയിട്ട് അടഞ്ഞിരിക്കുന്നു. അത് ക്ലീൻ ചെയ്യാൻ ഹാർഡ് ടൈപ്പ് ക്ലീനിങ് ബ്രഷ് യൂസ് ചെയ്യണം. ദെൻ ലോങ് ഹാൻഡിൽ സോഫ്റ്റ് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ഔട്ടർ പാർട്സ് സച്ച് ആസ് കാരേജ് എക്സെട്ര. ലോങ് ബ്രഷ് ആണ്, നമ്മൾ ലോങ് ഹാൻഡിൽഡ് സോഫ്റ്റ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് വളഞ്ഞും തിരിഞ്ഞ് അവിടെ എവിടെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരേജിന്റെ പുറഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ, വയേർഡ് ബ്രഷ് ഈസ് യൂസ് ടു ക്ലീൻ ഇന്നർ പാർട്ട് സച്ച് ആസ് കീ ലിവർ. കണ്ടില്ലേ, അകത്ത് സെമി സർക്കുലർ ഷേപ്പ് ഒക്കെയാണ്. അപ്പോൾ അകഭാഗമൊക്കെ എന്ത് ചെയ്യണം, വയേർഡ് ബ്രഷ് യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 is 1 only, option B all of this, option C 1 and 3 only, and option D 2 and 3 only. നിങ്ങൾക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ, ഏതാ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഹാർഡ് ടൈപ്പ് ബ്രഷ് വേണം അല്ലേ, ഡസ്റ്റും ക്ലോഗും ക്ലീൻ ചെയ്യാൻ. സോ നമുക്കത് വേണം. ദെൻ നെക്സ്റ്റ് ലോങ് ഹാൻഡിൽഡ് സോഫ്റ്റ് ബ്രഷ് വേണം അല്ലേ. ലോങ് ഹാൻഡിൽഡ് സോഫ്റ്റ് ബ്രഷ് നമുക്ക് ആവശ്യമല്ലേ, എന്തിനാ, പുറം ഭാഗം അതും ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വേണം. ദെൻ ഇന്നർ പാർട്ട് ക്ലീൻ ചെയ്യുന്നത് ഏതാണ്, വയേർഡ് ബ്രഷ് ആണ്. വയേർഡ് ബ്രഷ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്നർ പാർട്സ് ക്ലീൻ ചെയ്യുന്നത്. സോ അവർ ആൻസർ എന്തായിരിക്കും, ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ അവർ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ്. ഓൾ ഓഫ് ദ എബവ്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ബി ആണ് അല്ലേ. ബി ഓഫ് ദ ഓൾ ഓഫ് ദ എബവ് എന്നുള്ള ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ഏതാണ്, ഇതും നോക്കൂ. ഈ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ക്ലീനിങ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ചോദിച്ചത് 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ നമുക്ക് ബ്രഷുകളുടെ ഉപയോഗം മനസ്സിലായില്ലേ. ശ്രദ്ധിച്ചു നോക്കിയേ. ലോങ് ബ്രഷ് എന്തിനാ, ഹാർഡ് ബ്രഷ് എന്തിനാണ്, ടൈപ്പ് ഫേസ് പോലുള്ള ഭാഗം ക്ലീൻ ചെയ്യുക. അപ്പൊ ചോദിക്കാം, ടൈപ്പ് ഫേസ് ക്ലീൻ ചെയ്യാൻ ഏത് ടൈപ്പ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്, ഹാർഡ് ബ്രഷ്, ലോങ് ബ്രഷ്, ദെൻ വയേർഡ് ബ്രഷ്, ഏത് വേണം, നൺ ഓഫ് ദിസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്തൂടെ, ചെയ്യാം അല്ലേ. എന്തുകൊണ്ടാണ് ഹാർഡ് ബ്രഷ് ആണ് ടൈപ്പ് ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, ലോങ് ഹാൻഡിൽഡ് സോഫ്റ്റ് ബ്രഷ് എവിടെ യൂസ് ചെയ്യുന്നു, ലോങ് ഹാൻഡ് സോഫ്റ്റ് ബ്രഷ് ടൈപ്പ് റൈറ്റിന്റെ ഏത് ഭാഗത്താണ് ഉപയോഗിക്കുന്നത് ചോദിച്ചൂടെ. ടൈപ്പ് ഫേസ് ചോദിക്കാം, ഇന്നർ പാർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഔട്ടർ പാർട്ട് ചോദിക്കാം. ഇതിൽ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്, ക്ലീൻ ഔട്ടർ പാർട്സ് ഓഫ് ദി ടൈപ്പ് റൈറ്റർ. ദെൻ ലാസ്റ്റ് വൺ, വയേർഡ് ബ്രഷിന്റെ യൂസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നർ പാർട്ട് ക്ലീൻ ചെയ്യാൻ ഏത് ടൈപ്പ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാം. സോ അപ്പൊ ഇത് 3 എന്താ, അപ്പൊ നമുക്ക് ഏതാ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് 1 വേർഡ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ദെൻ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിച്ചാലും ഈ ബ്രഷുകൾ അല്ലെ, പല ടൈപ്പ് 3 ടൈപ്പ് ബ്രഷുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ആ ബ്രഷ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ 3 സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്താ, ഇത് 3ഉം കറക്റ്റാ. സോ ഓൾ ഓഫ് ദ എബോവ് ഈസ് അവർ ആൻസർ. ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ദ ഫങ്ഷൻസ് ഓഫ് മെയിൻ സ്പ്രിംഗ് ഇൻ എ ടൈപ്പ് റൈറ്റർ. മെയിൻ സ്പ്രിംഗിന്റെ ഫംഗ്ഷൻ എന്തെന്നാണ് ചോദ്യം. ദ ഫങ്ഷൻസ് ഓഫ് മെയിൻ സ്പ്രിംഗ് ഇൻ എ ടൈപ്പ് റൈറ്റർ എന്താടാ, ഒന്ന് മൂവ്മെന്റ് ഓഫ് കാരേജ്. മെയിൻ സ്പ്രിംഗ് എന്താണ്, കാരേജ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ്, റിബൺ വെർട്ടിക്കൽ മൂവ്മെന്റ്. അങ്ങനെ ഒരു കാര്യം മെയിൻ സ്പ്രിംഗ് ചെയ്യുന്നുണ്ടോ, റിബണിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, ആണോടാ, ഇല്ല അല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, റിബൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. റിബണിന്റെ മൂവ്മെന്റ് ആണോ മെയിൻ സ്പ്രിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്, ചോദ്യം നോക്കുക.
മെയിൻ സ്പ്രിംഗ് ആണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. മെയിൻ സ്പ്രിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫങ്ഷൻസ് ഓഫ് മെയിൻ സ്പ്രിംഗ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാടാ വരുന്നത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യനിലുണ്ടല്ലേ, കാരേജ് മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? മെയിൻ സ്പ്രിംഗ്. സോ അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ആൻഡ് ഓപ്ഷൻ സി 1, 2 and 3, ഓപ്ഷൻ ഡി none of the above. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? നമ്മുടെ ആൻസർ ഏത് വരും ഇടാ? എ ഒള്ളി അല്ലേ, കാരണം മെയിൻ സ്പ്രിംഗിന്റെ മൂവ്മെന്റ് ഓഫ് കാരേജിനെ മൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആര്? മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത്. റിബണിന്റെ മൂവ്മെന്റിനാണോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺമെന്റ് വെർട്ടിക്കൽ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ സ്പ്രിംഗ് ആണോ? അല്ല. സോ അവർ ആൻസർ എന്ന് പറയുന്നത് എന്താണെടാ? 1, ഓപ്ഷൻ എ 1 only. ഓക്കെ ആണ്, ക്ലിയർ ആണ്. മൂവ്മെന്റ് എന്താണ്? മെയിൻ സ്പ്രിംഗ് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? മൂവ്മെന്റ് ഓഫ് കാരേജ്. മെയിൻ സ്പ്രിംഗ് ഹെൽപ്പ് യു മൂവ്മെന്റ് ഓഫ് കാരേജ് ആണ്. ഓർക്കുക, മെയിൻ സ്പ്രിംഗും കാരേജും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോമൻ ലെറ്റർ ഫോർ 500 and 1000 ആസ് ആർ. എങ്ങനെയാണ് റോമൻ ലെറ്റർ 500ഉം 1000ഉം എങ്ങനെയാണ് മീൻസ് എഴുതുന്നത്? എങ്ങനെയാണ് എഴുതുന്നത്? LC DM CD CM. എങ്ങനെയാണ്? ഡി എന്താണടാ? 500, 1000 എന്താ? എം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഡി ആൻഡ് എം അല്ലേ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആൻഡ് എം ആണ്. നമ്മൾ ആദ്യമേ പഠിച്ചോളൂ. ഇത് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? 5ാം ക്ലാസ് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദെൻ ഇത് എന്തായി? 6ആയി. അങ്ങനെ വരുമ്പോൾ ഇതാരായി? ഇത് പാസ്സാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദെൻ ഇവിടെ എന്തായി? +2 ആയി അല്ലേ? നമ്മൾ +2 വരെ എത്തി അല്ലേ? അപ്പൊ ഇതാരാ? 50ആയി. സി ആരാ? 100ആയി. ഡി 500, എം 1000. നോക്കിയേ, ഇത് നമ്മൾ ഒരുവിധം ഇത് ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കൂടെ? ഇപ്പൊ നമുക്ക് 90 വേണ്ടത് എങ്കിൽ നമ്മൾ എന്തെഴുതും? 90 വേണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുവാടാ? 10. സി എന്തായി? 100. 100ന് മുന്നേ നമ്മൾ 10 ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായി? 90ആയി. അതേസമയത്ത് 110 ആണെങ്കിലോ സി എഴുതി 100ആയി, നമുക്ക് എന്തായി? എക്സ് ഇട്ടു, 110ആയി. ഇങ്ങനെയാണ് റോമൻസ് സമ്പ്രദായത്തിൽ നമ്മൾ എഴുതുന്നത്, ന്യൂമറൽസ് എഴുതുന്നത്. ഓക്കെയാണ്. ഇതിപ്പോൾ 500ഉം 1000ഉം ആണ് ചോദിച്ചിരിക്കുന്നത്. പകരം ഇത് എന്താണ്? 400 ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും? 400 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 500ന് എന്താ പറഞ്ഞ? ഡി പറഞ്ഞു. 100 എന്താ? ഇതിന് 100 കുറച്ചാലല്ലേ 400 ആവത്തുള്ളൂ. അപ്പൊ ആരാ? സി ഡി. ക്ലിയർ ആണ്. വളരെ സിമ്പിൾ ആണ്. എഴുതി പഠിച്ചു നോക്കുക. പല പല നമ്പേഴ്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി പഠിച്ചു നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു പ്രീവിയസ് ഇയറിൽ നമ്മൾ പഠിച്ചിരുന്നല്ലേ 370 എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ. അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേപ്പർ സൈസ് ആണ് കേട്ടോ. കുറച്ച് പേപ്പർ സൈസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റർ, ലീഗൽ, A4, A5 ഒക്കെ എന്താണ്? പേപ്പർ സൈസുകളാണ്. അത് നമ്മൾ കാണാതെ ബൈഹാർട്ട് മാത്രമേ നിവർത്തിയുള്ളൂ. സ്ഥിരമായിട്ട് A4ഉം ലെറ്റർ, ലീഗൽ ഇതുപോലുള്ള സൈസുകളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിത് കാണാതെ പഠിക്കുക. നോക്കുക, പേപ്പർ സൈസ് ഓഫ് A4 ആൻഡ് ലീഗൽ ആണ് ഇൻ ഇഞ്ചസിലാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓതൊക്കെയാണ്? 1 8.25 × 11.69, ദെൻ 2 8.5 × 14, then 3 5.5 × 8.5, and fourth option is 7.17 × 10.12. നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 2 and 3, ഓപ്ഷൻ ബി 1 and 4, ഓപ്ഷൻ സി 1 and 2, ആൻഡ് ഓപ്ഷൻ ഡി 2 and 4. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ ആൻസർ A4 നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണല്ലേ, ഇതാണ് A4. സോ അപ്പോൾ 1 ഉണ്ട്. ദെൻ എന്നുള്ളത് ഏതാ? ലീഗൽ ആണ് നമുക്ക് വേണ്ടത്. ലീഗൽ ഏതാണെടാ? ലീഗലിന്റെ സൈസ് ഏതാണ്? 8.5 × 14 ആണ് ലീഗലിന്റെ സൈസ് എന്ന് പറയുന്നത്. ലീഗൽ പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 8.5 × 14 ആണ്. അപ്പൊ 8.25 × 11.69 എന്ന് പറയുന്നത് A4ഉം ദെൻ 8.5 × 14 എന്ന് പറയുന്നത് ലീഗലുമാണ്. അപ്പൊ നമ്മൾ 1ഉം 2ഉം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണടാ? സി ഈസ് അവർ ആൻസർ. സെറ്റ് ക്ലിയർ? ഇത് വേറൊന്നും ചെയ്യാനില്ല. പേപ്പർ സൈസ് ഒക്കെ കാണാതെ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ. ലെറ്റർ, ലീഗൽ, A4 ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. സെറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ H and J? H and J ഏത് ലെറ്റർ യൂസ് ചെയ്യും? ഏത് കൈകൾ ഏത് ഫിംഗർ യൂസ് ചെയ്യുന്നതാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ, ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണോ? ലെഫ്റ്റ് മിഡിൽ ഫിംഗർ ആണോ? റൈറ്റ് ഇൻഡെക്സ് ആണോ? റൈറ്റ് മിഡിൽ ഫിംഗർ ആണോ? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കാം,
ലെഫ്റ്റ് ഇൻഡെക്സ് ലെഫ്റ്റ് മിഡിൽ, റൈറ്റ് ഇൻഡെക്സ് റൈറ്റ് മിഡിൽ. നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ ഓർത്ത് നോക്കിയേ. ASDF സെമിക്കോളൻ LKJ HJ. ഈ റൈറ്റ് ഹാൻഡ് റൈറ്റ് തമ്പ നമ്മൾ റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ അല്ല യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ വരും റൈറ്റ് ഹാൻഡ് റൈറ്റ് ഇൻഡെക്സ് ആണ്. അപ്പം ആൻസർ ഏതാടാ? ആൻസർ ഏതാണ്? റൈറ്റ് ഇൻഡെക്സ് ആണല്ലേ ഇത് മാത്രം. ഇത് 3 only ആകുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ്. ഹെച്ചും ജെയും ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is are not true about demi official letter? ശ്രദ്ധിക്കുക, ഇതൊക്കെ ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ശ്രദ്ധിക്കുക, നോട്ട് ട്രൂ അബൌട്ട് ഡിഒ ലെറ്റർ. ഡിഒ ലെറ്ററിലെ നോട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, സല്യൂട്ടേഷൻ സേഴ്സ് എന്ന് ഉപയോഗിക്കുന്നു, ആണോ? ദെൻ ടു അഡ്രസ് ഈസ് ടൈപ്ഡ് അറ്റ് ദ ബോട്ടം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ലെറ്റർ, ആണോ? ദെൻ കോംപ്ലിമെന്ററി ക്ലോസ് യുവേഴ്സ് സിൻസിയർലി യൂസ് ചെയ്യുന്നു. അങ്ങനെ അല്ലേടാ നമ്മൾ കോംപ്ലിമെന്ററി ക്ലോസ് സാധാ ഒരുപാട് തവണ ചോദിക്കില്ലേ. ഡിഒ ലെറ്ററിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെന്ററി ക്ലോസ് ഏതാണ്? ഡെമീസ് യുവേഴ്സ് സിൻസിയർലി ആണ്. സോ എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. സോ അതിലൊരു കൺഫ്യൂഷൻ ഇല്ല. ദെൻ ടു അഡ്രസ് എവിടെ ടൈപ്പ് ചെയ്യും? ബോട്ടം ലെഫ്റ്റിൽ ടൈപ്പ് ചെയ്യും. ദെൻ സല്യൂട്ടേഷൻ എവിടെ ടൈപ്പ് ചെയ്യും? സല്യൂട്ടേഷൻ സേഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്, ആണോ? അല്ല അല്ലേ. നമ്മുടെ ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ 1 only, ഓപ്ഷൻ 1 and 2, ഓപ്ഷൻ 2 and 3 ആൻഡ് ഓപ്ഷൻ ഡി only. ഓപ്ഷൻ ഡി 3 only. ഇതിൽ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഡെമി ഒഫീഷ്യൽ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റ് മീൻസ് ശരിയല്ലാത്തത്, ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഫോൾസ്? ആൻസർ ഏതാണടാ? എ only ഈസ് അവർ ആൻസർ. എന്താ? സേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഡെമി ഒഫീഷ്യൽ അല്ലെ, പേഴ്സണൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒഫീഷ്യൽസ് തമ്മിൽ യൂസ് ചെയ്യുന്നതാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈക്രോം ഈസ് ദ നെയിം കണക്റ്റഡ് വിത്ത്. ബൈക്രോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല 2. ഇത് ഏതിലാണ് നമ്മൾ കേൾക്കുന്നത്? സ്ഥിരമായിട്ട് ഏത് ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് മീൻസ് ഉപയോഗിക്കുന്ന പദമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 നോക്കിയേ, കാർബൺ പേപ്പർ, ബി സ്റ്റെൻസിൽ, സി പേപ്പർ ആൻഡ് 4th one ഈസ് റിബൺ. ഏതിലാടാ ബൈക്രോം ചോദിക്കുന്നത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 4 only ആൻഡ് ഓപ്ഷൻ ഡി 2 and 4 only. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണടാ? റിബണിലാണ് ബൈക്രോം റിബൺ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആൻസർ ഏതാണ്? സി only. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which among the following parts of the typewriter needed to be oiled for proper maintenance? എവിടെയൊക്കെയാണ് ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഓയിൽ ചെയ്യേണ്ട പാർട്ട്. പ്രോപ്പർ മെയിൻ്റനൻസിന്റെ ഭാഗമായി ടൈപ്പ് റൈറ്റിംഗിൽ ഓയിൽ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ, ക്ലീനിങ്ങും ഓയിലിംഗ് പാർട്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ ടൈപ്പിംഗ് മാത്രമല്ല, എന്താണ് അതിന്റെ മെയിൻ്റനൻസും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് പഠിക്കുന്നു. ഇതെല്ലാം ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ നീഡ് ടു ബി ഓയിൽഡ് ഫോർ പ്രോപ്പർ മെയിൻ്റനൻസ്? എവിടെയൊക്കെ ഓയിൽ ചെയ്യണം? ഫീഡ് റോളറിൽ ചെയ്യണോ? റോൾസിൽ ചെയ്യണോ? ക്യാരേജ് റെയിലിൽ ചെയ്യണോ? കീബോർഡിൽ ചെയ്യണോ? ദെൻ റാറ്റ്സ് ആൻഡ് വീലിൽ ചെയ്യണം. എവിടെയൊക്കെയാണ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫീഡ് റോൾ നമ്മൾ ചെയ്യോടെ? ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത്, പേപ്പർ ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യോ? ഇല്ല അല്ലെ, പേപ്പറിൽ ഓയിലാവും. ദെൻ ക്യാരേജ് റെയിലിൽ ചെയ്യണ്ടേ? ക്യാരേജ് റാക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പൊ അവിടെ ചെയ്യണ്ടേ റെയിലില്? എന്നാലല്ലേ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. സോ നമുക്കത് ആവശ്യമാണ്. ദെൻ കീബോർഡ് നമ്മൾ ഓയിൽ ചെയ്യോ? ഇല്ല. റാറ്റ്സ് ആൻഡ് വീല്, അതായത് മെറ്റൽ പാർട്ടാണ്, വീൽ ടൈപ്പാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യണം? ഓയിൽ ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? 2, 4. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ 1, 2 and 4. Then ഓപ്ഷൻ ബി 2 and 4. ഓപ്ഷൻ സി 2 and 3 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3, 4. അപ്പൊ നമുക്ക് എവിടെയൊക്കെ വേണം? 2-ലും വേണം, 4-ലും വേണം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണടാ? ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2 and 4 only. ക്ലിയർ ആണോ? നമ്മൾ ഓയിലിംഗ് പാർട്ട് നോക്കി നമ്മൾ എന്താ ഇപ്പൊ വീല് ടൈപ്പ് വരുന്ന ഭാഗമൊക്കെ എന്തായിരിക്കണം? നമുക്ക് ഓയിൽ ചെയ്യേണ്ടി വരും അല്ലെ. കാരണം പരസ്പരം ജാമാവാതെയും സ്റ്റക്ക് ആവാതെയൊക്കെ നിൽക്കണമെങ്കിൽ അവിടെ ഓയിലിംഗ് യൂസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രോപ്പർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷനിങ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേപ്പർ സൈഡ് ഗൈഡ് ഈസ് യൂസ്ഡ് ഫോർ. പേപ്പർ സൈഡ് ഗൈഡ് എന്തിന് യൂസ് ചെയ്യുന്നു?
ഗെറ്റിംഗ് യൂണിഫോം മാർജിൻ ടു all പേപ്പേഴ്സ് ഇൻസേർട്ടഡ്. എന്താണ്, നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് അതിലൊക്കെ നമുക്ക് എന്ത് വേണം, യൂണിഫോം മാർജിൻ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ സൈഡ് ഗൈഡ് യൂസ് ചെയ്യുന്നു. കറക്റ്റ്. ദെൻ പ്രൊട്ടക്ട് പേപ്പർ ഫ്രം ഓയിലി പാർട്സ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ. ആണോ? ഫീഡ് റോൾ മീൻസ് പേപ്പർ സൈഡ് ഗൈഡ് അതിനാണോ യൂസ് ചെയ്യുന്നത്? അല്ല. ദെൻ ഈസി ഇൻസേർഷൻ ഓഫ് ദ പേപ്പർ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണോ യൂസ് ചെയ്യുന്നത്? അല്ല. ദെൻ റെഡ്യൂസിങ് ദ നോയ്സ് വൈൽ ടൈപ്പിംഗ്. ആണോ? അല്ല. നമ്മൾ നോയ്സ് കുറയ്ക്കാൻ ഏതാണ്, ഓവർ ഹെഡ് പേപ്പർ ബെയിലാണെന്ന് പറഞ്ഞല്ലേ. പേപ്പർ ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് ഈ ഹെൽപ്പ് പേപ്പർ സൈഡ് ഗൈഡ് ആണോ വേണ്ടത്? അല്ല. നമുക്ക് യൂണിഫോം മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പേപ്പറും നമ്മൾ എന്ത് പേപ്പർ സൈഡ് ഗൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ പേപ്പറിലും എന്ത് ചെയ്യും, യൂണിഫോം ആയിട്ട് മാർജിൻ കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 2 and 3 ആൻഡ് ഓപ്ഷൻ ഡി 1, 2 and 4. ഏതാണ് പേപ്പർ സൈഡ് ഗൈഡിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1 only അല്ലേ. കാരണം എന്താ, ഇതല്ല 2 റെഡ്യൂസിങ് നോയ്സ് അല്ല, ഇൻസേർഷൻ ഓഫ് പേപ്പർ അല്ല, ദെൻ ഓയിൽ പാർട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല. സൈഡ് ഗൈഡ് എന്തിനാണ്? യൂണിഫോമിറ്റി കിട്ടാൻ. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പേപ്പറിനെല്ലാം സെയിം ടൈപ്പ് മാർജിൻ ലഭിക്കുന്നതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് പേപ്പർ സൈഡ് ഗൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗൈഡ് കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ ആർ. ഗൈഡ് കീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കിയേ, ഒന്നെന്ന് പറയുന്നത് എന്താ, എൻ. ദെൻ 2 എന്ന് പറയുന്നത് സെമിക്കോളൻ, 3 എന്ന് പറയുന്നത് എ, 4 എന്ന് പറയുന്നത് ക്വാർട്ടി. ഏതാണ് ഗൈഡ് കീ? ക്വാർട്ടി എന്ന് പറയുന്നത് എന്താ, ഏറ്റവും മേളത്തെ റേ ആണ്. പക്ഷെ ഇതെന്താ ചോദിച്ചിരിക്കുന്നത്, ഗൈഡ് കീസ് ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ ഗൈഡ് കീസ് ഏതാന്ന്. ഓപ്ഷൻസ് നോക്കിയേ, 4 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ആൻഡ് ഓപ്ഷൻ ഡി 1, 2 and 3. ഇതിൽ ഏതാണ് നമ്മളെ ഗൈഡ് കീസ് ഏതൊക്കെയാണടാ? സെമിക്കോളനും എയുമാണ്. അപ്പൊ 2 and 3 ഈസ് അവർ റൈറ്റ് ആൻസർ. 2 and 3 ഈസ് അവർ റൈറ്റ് ആൻസർ അല്ലെ. ഗൈഡ് കീസ് ഏതാണ്? എയും സെമിക്കോളനും ആണല്ലേ. ASDF സെമിക്കോളൻ കേസ്. അപ്പോൾ നമ്മൾ ഗൈഡ് കീസ് ലിറ്റിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നു. സോ അവർ റൈറ്റ് ആൻസർ ഈസ് എ ആൻഡ് സെമിക്കോളൻ, ആൻഡ് ഓപ്ഷൻ സി 2 and 3 ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is not true about the line space lever? Not true ആണ്. അപ്പൊ ഏതാണ് നോക്കുക. It brings the carriage back to the left margin. ലൈൻ സ്പേസ് ലിവറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് കാരേജിന് നോട്ട് ട്രൂ ആണ് ചോദിക്കുന്നത്. കാരേജിന്റെ ബാക്ക് കൊണ്ടുവരുന്നത് ആരാ? ലൈൻ സ്പേസ് ലിവർ ആണ്. സോ അല്ല. ദെൻ ഇറ്റ് ടേക്ക് ദ നെക്സ്റ്റ് ലൈൻ. അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആര് സഹായിക്കുന്നുണ്ട്? ലൈൻ സ്പേസ് ലിവർ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നോട്ട് ട്രൂ? ഇത് രണ്ടും ട്രൂ ആണ്. അപ്പൊ നമ്മൾ ഉത്തരം ഏത് വരും? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1 and 2, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇവിടെ ഞാൻ പറഞ്ഞത് നൺ ഓഫ് ദ എബോവ് നമുക്ക് എന്താവാം? ആൻസർ ആയിട്ട് വരാം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം എന്താണ്? ഇത് രണ്ടും ട്രൂ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചത് കണ്ടോ, നോട്ട് ട്രൂ അബൌട്ട് എന്നാണ്. അപ്പൊ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് രണ്ടും ശരിയായി. അപ്പൊ നമ്മുടെ ഇവിടെ ഉത്തരം എന്താണ്? നൺ ഓഫ് ദീസ് ഈസ് അവർ ആൻസർ. നൺ ഓഫ് ദ എബോവ് ഈസ് അവർ ആൻസർ. ജസ്റ്റ് ഇതെന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ നമ്മൾ തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ രണ്ടിടത്തും അങ്ങോട്ട് ചോദിച്ചു എന്നുള്ളൂ. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ട്രൂ ആണ്. അപ്പൊ രണ്ടും ഓക്കെ, സി 1 and 2 എന്നങ്ങ് എഴുതും അല്ലേ. അതുപോലെ തന്നെ നൺ ഓഫ് ദ എബോവ് ആൻസർ വരില്ല എന്ന് കരുതും. പക്ഷേ ഇത് രണ്ടും നോക്കുമ്പോൾ എന്താ, ഇത് രണ്ടും നമുക്ക് കറക്റ്റ്. അപ്പം ഇത് രണ്ടും നോട്ട് ട്രൂ അല്ല. സോ നൺ ഓഫ് ദ എബോവ് ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്? ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.